നമുക്ക് നല്ല ഒരു കറി ലീവ്സ് കോഴി പെരളൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 5-6 മുഴുവൻ മുളക്, 2 ബേ ലീവ്സ്, ഒരു ജാതിപത്രി, പിന്നെ 4-5 ഏലക്കായ, ഗ്രാമ്പു, കറുവാപ്പട്ട 2 കഷ്ണം, പിന്നെ പെരുംജീരകം, നല്ല ജീരകം, ഇഷ്ടം പോലെ കറിവേപ്പില വേണം. കറിവേപ്പിലയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. അപ്പോൾ ഒരു പിടി കറിവേപ്പില, പിന്നെ കുരുമുളക്, ഇതെല്ലാം ചേർത്തിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ഈ മല്ലിയും മുളകും ബേ ലീവ്സും കുരുമുളകും പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ആ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പില നല്ല ക്രിസ്പ് ആവുന്നവരെ ഒരു മീഡിയം തീയിൽ വേണം അതിനെ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ആ മല്ലി ഒന്നും കരിഞ്ഞു പോകരുത്. അപ്പോൾ എല്ലാ മസാലയും ഈവൺലി നല്ല റോസ്റ്റ് ആവുന്നവരെ നമുക്കതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ജീരകവും പെരുംജീരകവും ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. ബാക്കി മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പം ഞാൻ ആ പെരുംജീരകവും ജീരകവും അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അതായത് അത് എളുപ്പം മൂത്ത് വരുമല്ലോ. പെരുംജീരകവും ജീരകവും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു മിനിറ്റ് പോലും ചൂടാക്കണ്ട. ആ ചൂടിലിരുന്നത് നല്ല റോസ്റ്റ് ആയിക്കോളും. ഇതിങ്ങനെ കറക്റ്റ് പരുവത്തിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് ഇതിൻ്റെ പരുവം. അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അതിനൊരു മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ കറി ലീവ്സ് ചിക്കൻ്റെ മെയിൻ ഗ്രേവി, അതിനുള്ള മസാല. അത് കഴിഞ്ഞ് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിലോട്ട് ഒരു 4 സവാള, മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അത് ഒരു പകുതി മൂത്ത് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് ഞാൻ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുത്ത് അതെല്ലാം കൂടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ നല്ല ഒരു ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. ഒത്തിരി അങ്ങ് മൂത്ത് വരണ്ട. ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ അതിനെ മൂപ്പിച്ചെടുക്കണം. അത് നന്നായിട്ടൊന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ കളർ കാണാം. ഈ പരുവത്തിൽ മൂപ്പിച്ചെടുത്താൽ മതി. ഇത്രയും മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് തക്കാളി, ഒരു 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ആ തക്കാളിയുടെ ഒരു പച്ചച്ചവ ജസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതി. അതുപോലെ അതിനെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒത്തിരി മാഷ് ആവണ്ട, ഇതൊന്നും അധികം വഴറ്റണ്ട. നമ്മുടെ മറ്റേ മസാല നമ്മൾ റോസ്റ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് അധികം ഇതും വഴറ്റണ്ട. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 കോഴിയാണ് മീഡിയം കഷ്ണമായിട്ട് മുറിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമുള്ള ഒരു 1.5 ടീസ്പൂൺ നമുക്ക് ഉപ്പിട്ട് തക്കാളിയും ഉപ്പും ഇതെല്ലാം കൂടെ വഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തരിതരിപ്പായിട്ട് പൊടിച്ച് വെച്ച മസാലയിൽ പകുതി മസാല നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ മസാല കിടന്നിട്ട് വേണം നമുക്ക് കോഴിയെ വേവിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ ആ തരിതരിപ്പായിട്ട് പൊടിച്ച് വെച്ചതിൽ നിന്ന് ആ മിക്സിയിൽ നിന്ന് നമ്മൾ പകുതി മസാല നമുക്ക് ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനെയും ഒരു ചെറിയ ചൂടാക്കിയാൽ മതി. അതിട്ട് കൊടുത്തിട്ട് നമുക്ക് അതിനെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ആ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോഴി കഷ്ണങ്ങൾ, അതായത് 2 കിലോ കോഴി കഷ്ണങ്ങൾ മീഡിയം സൈസായിട്ട് മുറിച്ചതാണ്. തീരെ ചെറുതുമല്ല ഒത്തിരി വലുതുമല്ല. ആ കോഴി കഷ്ണങ്ങൾ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ആ കോഴി കഷ്ണം നന്നായിട്ടൊന്ന് ആ മസാലയിൽ കിടന്നൊന്ന് ഫ്രൈ ആയി വരണം. നന്നായിട്ടൊന്ന് നല്ല ഹൈ ഹീറ്റിൽ തന്നെ വേണം ഇത് ചെയ്യാനായിട്ട്. ആ മസാലയൊക്കെ അതിനെ ഒന്ന് പൊതിഞ്ഞ് പിടിച്ച് കോഴി കഷ്ണത്തിലൊക്കെ പിടിച്ച് വരുന്നവരെ നമുക്കതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളിതിനകത്ത് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിരുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കഴിയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ നല്ല അതായത് ചിക്കൻ്റെ ചൂടിൽ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. തണുത്ത വെള്ളം ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കുക്കിംഗ് കുറച്ചൊന്ന് കുറയും ടെമ്പറേച്ചർ. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചൂട് വെള്ളമാണ് ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ഒരു 1/4 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ ഒരുമാതിരി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാക്കി മസാലകളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പകുതി ആ തരിതരിപ്പായിട്ട് പൊടിച്ച മസാലപ്പൊടിയിൽ പകുതിയെ നമ്മൾ നേരത്തെ ആഡ് ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി മസാലയും കൂടെ നമുക്ക് അതിനകത്തോട്ടിട്ട് യോജിച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഒരു ഗ്രേവി, നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. അത് ഫ്രഷായിട്ട് ആഡ് ചെയ്യുമ്പം കണ്ടോ, ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ല പെരണ്ട് അധികം ചാറില്ലാതെ നമുക്ക് നെയ്ച്ചോറിനും പാൽക്കപ്പയ്ക്കും ഒക്കെ പറ്റുന്നൊരു ഡിഷാണ്. ഞാനിത് പാൽക്കപ്പയുടെ കൂടെയാണ് സെർവ് ചെയ്തത്.
അപ്പോൾ അരപ്പൊക്കെ പൊതിഞ്ഞ് നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയ നല്ല ഒരു കറിവേപ്പില ചിക്കൻ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.